ഈ സണ്ണിക്കുട്ടി ഇപ്പോൾ പുതിയ കെ പി സി സി പ്രസിഡന്റ് മുന്നിലെ വെല്ലുവിളികൾ എന്തായിരിക്കും എന്നതിൽ തുടങ്ങാമെന്ന് തോന്നുന്നു. സ്മൃതി, സണ്ണി ഷൈൻ ചെയ്യുമോ എന്നാണല്ലോ സ്മൃതി പ്രേക്ഷകരുടെ മുമ്പിൽ വയ്ക്കുന്ന ചോദ്യം. സാധാരണഗതിയിൽ സണ്ണിമാരെല്ലാം ഷൈൻ ചെയ്യാറാണ് പതിവ്. ഇവിടെയും അത് തന്നെ ആയിരിക്കും സംഭവിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിനി ഗൗരവമായ വിഷയത്തിലേക്ക് കടന്നു വരാം. അദ്ദേഹത്തിന് മുമ്പിലുള്ള വെല്ലുവിളികൾ, അത് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് ആര് വരുന്നു, കെ പി സി സി പ്രസിഡൻ്റായിട്ട് ആര് വന്നാലും, എക്സ് ഓർ വൈ, എ ഓർ ബി, പാർട്ടിയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും വെല്ലുവിളികളായിട്ട് മാറുക. പണ്ടൊക്കെ വലിയ തോതിൽ ഗ്രൂപ്പ് പോരാട്ടങ്ങൾ, മത്സരങ്ങൾ, അത് തെരുവിലോളം എത്തിയിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ അന്ന് പാർട്ടി തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ, അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു പൊതു ശത്രു പാർട്ടിയെ കടന്നാക്രമിക്കുമ്പോഴൊക്കെ പാർട്ടി ഒന്നിച്ച് നിന്നിരുന്നു. പക്ഷേ ഗ്രൂപ്പ് ഇല്ല എന്നാണ് പറയുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ, ഗ്രൂപ്പില്ലാത്ത ഒരു നല്ല കാര്യമാണ്. പക്ഷേ ഈ ഒരു പുതിയ ടീം വരുന്നു. ആ ടീമിനൊരു നല്ല ടീം എന്നൊരു ഒരു ഒരു പ്രശസ്തി, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വിശേഷണം ഇതിനകം ചാർത്തി കിട്ടിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ പ്രസിഡന്റുമാരൊക്കെ ഒരു ഒറ്റപ്പോക്ക് നയമാണ്. കാരണം പ്രസിഡന്റാണ് പ്രധാനം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന് അപ്രമാദിത്വമുള്ള ഒരു സംഘടന. ഇനി AICC-യിലായാൽ പോലും, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിൽ പോലും മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. പ്രദേശ് കമ്മിറ്റികളിലൊക്കെ PCC പ്രസിഡന്റുമാർ അവരാണ് പാർട്ടിയെ, അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കുക, മുന്നോട്ട് കൊണ്ടുപോകാം. കമ്മിറ്റികളൊക്കെ ഉണ്ടാവും, എക്സിക്യൂട്ടീവോ PCC കമ്മിറ്റി, PCC ഒക്കെ ഉണ്ടാവും. പക്ഷേ പ്രസിഡന്റിന് ഒരു വലിയ റോളുണ്ട്. പ്രസിഡന്റ് പലപ്പോഴും നമ്മുടെ കേരളത്തിലെ പലരുടെയും പ്രവർത്തന രീതികളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവരൊക്കെ അവരുടേതായ രീതിയിലൊരു പോക്കായിരുന്നു. പക്ഷേ സണ്ണി ജോസഫ് വളരെ വ്യത്യസ്തമായിട്ടൊരു ടീം മാനായിട്ട് അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ. 1-2 ദിവസമേ ആയിട്ടുള്ളൂ, ഇന്നലെയാണ് ചാർജ് എടുത്തത്. പക്ഷേ ആ ഒരു ഫീല് കൊടുക്കുന്നതിന് മറ്റു നേതാക്കൾക്ക്, അല്ലെങ്കിൽ നേതാക്കൾക്ക്, സഹപ്രവർത്തകർക്ക് അങ്ങനെ ഒരു ഫീല് കൊടുക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ നിയോഗിച്ച സമയം മുതൽ. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും നേരത്തെ സ്മൃതി ചൂണ്ടിക്കാട്ടിയ കുറേ കാര്യങ്ങൾ ഈ ചടങ്ങിൽ, അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ, അല്ലെങ്കിൽ സ്ഥാനമേറ്റെടുക്കുന്ന ചടങ്ങിൽ തന്നെ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അസ്വാരസ്യങ്ങളൊക്കെ, അത് പണ്ടൊക്കെ ഇങ്ങനെയൊന്നും അല്ല. പണ്ട് പലരും ഒരു വലിയ വിഭാഗം ഒഴിഞ്ഞു നിൽക്കുക, അവർ പങ്കെടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇന്നലെ ചില ആളുകൾ വന്നിട്ടില്ല, ചില പ്രധാനപ്പെട്ട നേതാക്കൾ, MP-മാർ, അവരൊക്കെ വന്നിട്ടില്ല എന്നൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷേ ഉണ്ടാകാനുള്ള തർക്കങ്ങൾ, ഏതാണ്ട് ആൻ്റണി ആയിരിക്കും പ്രസിഡന്റ് എന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത പരന്നപ്പോൾ തന്നെ ഉണ്ടാകാനുള്ള കോലാഹലങ്ങളും കൊടുങ്കാറ്റെന്ന് പറയാനില്ല, ചെറുകാറ്റെങ്കിൽ ചെറുകാറ്റ്, അതൊക്കെ അങ്ങ് ഉണ്ടായി തീർന്നു. അതിനുശേഷം ആ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ മുന്നിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ. അവിടെ വെറുതെ ഒരു തീരുമാനം എടുക്കുകയല്ല, 10-30 പ്രമുഖ നേതാക്കളെ അവരെ നേരിട്ട് വിളിച്ച് അവരുടെ അഭിപ്രായം ആരായുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, നേരത്തെ ആൻ്റോയെ തീരുമാനിക്കുമ്പോൾ അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നില്ല എന്നാണ്. അതാണ് അവിടെ അപകടം പറ്റിയത്. പക്ഷെ പിന്നീട് അത് കറക്ഷൻ, അത് തിരുത്തപ്പെടുന്നു. രാഹുൽ ഗാന്ധി തന്നെ വിളിക്കുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ഈ വിളിച്ച ആളുകൾ അതെങ്ങനെയാണ് അവരെയൊക്കെ തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏത് രീതിയിലുള്ളവരാണ്, മുൻ PCC പ്രസിഡന്റുമാരുണ്ടാവും, അല്ലെങ്കിൽ അതുപോലെയുള്ള മുൻ പ്രതിപക്ഷ നേതാക്കൾ, അങ്ങനെയൊക്കെയുള്ള ആളുകളെ ആയിരിക്കാം വിളിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു സെലക്ഷൻ ഉണ്ട്, ഒരു മാനദണ്ഡം. നമ്മളൊരു തീരുമാനത്തിലേക്ക്, PCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന ഒരു ചർച്ച നടക്കുമ്പോൾ അതിലേക്ക് അഭിപ്രായം ആരായുന്നത് ആരാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.